മമ്മി മമ്മി ദേ എനിക്ക് സമ്മാനം കിട്ടിയില്ലോ. ആണോ? മിടുക്കി. അല്ല, എന്തിനാ മോക്ക് സമ്മാനം കിട്ടിയേ? ടീച്ചർ ചോദിച്ചു കുതിരക്ക് എത്ര കൊമ്പുണ്ടെന്ന്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് 5 ആറൊക്കെ പറഞ്ഞു. ഇത് എന്ത് വിവരലേമിയ കുട്ടികളീ പറയുന്നേ? നാണക്കേട്. ഇവരുടെ കൂടെ ഇരുന്നാണ് എന്റെ മോള് പഠിക്കുന്നേ. കഷ്ടം. അല്ല, എന്റെ മോളെന്ത് ഉത്തരം പറഞ്ഞു? ഞാൻ പറഞ്ഞു കുതിരക്ക് 3 കൊമ്പാണെന്ന്. ഈ മണ്ടത്തരം പറഞ്ഞതിനാണോ നിനക്ക് ഈ സമ്മാനം കിട്ടിയത്? മോളെ, ആ ഉത്തരം തെറ്റാണ്. പിന്നെ ഏത് ഉത്തരാണ് മമ്മി ശരിയേ? മോളെ, കുതിരക്ക് 2 കൊമ്പാണ്. മേലാൽ ഈ മണ്ടത്തരം ആവർത്തിക്കരുത്. മേലാൽ ഈ മണ്ടത്തരം ആവർത്തിക്കരുത് എന്ന് പറഞ്ഞാണ് ടീച്ചർ എനിക്ക് സമ്മാനം തന്നത്. പിന്നെ ടീച്ചർ പറഞ്ഞു കുതിരക്ക് കൊമ്പില്ലെന്ന്. കുതിരക്ക് കൊമ്പില്ലേ? ശരിടാ, അതല്ല ടീച്ചർ അങ്ങനെ പറഞ്ഞേ. പിന്നെ ടീച്ചർ ചോദിച്ചു നിങ്ങൾ എന്നെ രാവിലെ കഴിക്കണേന്ന്. ഈ ടീച്ചർ അതും ചോദിച്ചോ? എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പുട്ടെന്നും ദോശാന്നും ഇഡലിന്നും ഒക്കെ പറഞ്ഞു. എന്നിട്ട് മോളെന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞു കഞ്ഞിയും ചമ്മന്തിയാണെന്ന്. നീ എന്നെ താണം കെടുത്തിയല്ലോടി. ഇടി, നിനക്ക് വല്ല നെയ്ച്ചോറാണെന്ന് പറഞ്ഞൂടായിരുന്നോ? അതിന് ടീച്ചർ കഴിച്ചിട്ടുണ്ടോ? വെറുതെ എന്തിനാ നുണ പറയുന്ന നാണം കിടന്നത്? പിന്നെ ടീച്ചർ ചോദിച്ചു മോളുടെ ഡാഡിയുടെ ജോലി എന്താന്ന്. അന്നേരം നീ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞു വീടിനടുത്തുള്ള ഒരു കഞ്ഞി ഹോട്ടലിൽ സപ്ലയർ ആണെന്ന്. പിന്നെ ഈ നാണം കെടുത്തു. ഇനി എങ്ങനെ ഞാൻ ഈ സ്കൂളിലോട്ട് കയറും? എങ്ങനെ ഈ ടീച്ചർമാർക്ക് മുഖത്തോട്ട് നോക്കും? നിനക്ക് നിന്റെ ഡാഡി വല്ല എത്യോപ്യയിലാണെന്നോ അൾജീരിയയിലാണെന്നോ അങ്ങോട്ട് തള്ളി മറക്കായിരുന്നില്ലേ? എന്നിട്ട് വേണം ഞാൻ പറഞ്ഞത് പച്ചക്കള്ളാണെന്ന് തെളിയുമ്പോൾ എല്ലാരും കൂടി എന്നെ തള്ളി മറിക്കാൻ. മോളെ, ഒരിക്കലും നമ്മുടെ ഇല്ലായ്മ മറ്റുള്ളവരെ അറിയിക്കരുത്. വയറ് വിശന്നാലും മറ്റുള്ളവരെ പോലെ നമ്മൾ അങ്ങ് ഒരുമിച്ച് ഞെളിഞ്ഞു നിൽക്കണം. ഞെളിഞ്ഞു നിൽക്കണം മോളെ. ഈ ജീവിതത്തിലുണ്ടല്ലോ ഒന്നുമില്ലാത്തവന് ഒരു വിലയുമില്ല. അതുകൊണ്ട് ഒന്നുമില്ലെങ്കിലും എല്ലാം ഉള്ളവനെ പോലെ അങ്ങ് ഞെളിഞ്ഞു നിന്ന് അങ്ങ് അഭിനയിക്കണം. അങ്ങനെ അഭിനയിച്ച് നീ ഒരു വലിയ സിനിമാ നടിയാകണം. എന്താ ഇനി പറ മോൾ, എന്താ രാവിലെ കഴിച്ചേ? നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, കുബൂസ്. ഒരെണ്ണം മതി. അന്നാ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും. ഓക്കെ, വെരി ഗുഡ്. എന്നാ ഇനി പറ മോളുടെ ഡാഡി എവിടെയാ? ഡാഡി അമേരിക്കയിൽ. വെരി ഗുഡ്. ഇനി പറ അമേരിക്കയിൽ ഡാഡിക്ക് എന്താ ജോലി? അമേരിക്കയിൽ പ്രസിഡന്റ് ആണെന്ന് പറയാം. അമേരിക്കൻ പ്രസിഡന്റോ? അല്ല, അവിടുത്തെ ചീട്ടുകളി ക്ലബിന്റെ പ്രസിഡന്റ്. ഓ, ഹായ്, ഹലോ, ഹൗ ആർ യു? പണ്ടിന്റെ കൂടെ 2-ൽ തോറ്റു പിടിച്ച ജൗളിയല്ലേ? സോറി ട്ടോ, ജൗളിയല്ല, പൗളി. മൈ നെയിം ഈസ് പുളി. അയ്യോ, എന്റെ പേരാണ് പറഞ്ഞത് പുളി. ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ ഒരു ആർട്ട് ടീച്ചറായി വർക്ക് ചെയ്യുന്നു. എന്റെ മകൻ കൊച്ചുവർക്കി ഈ സ്കൂളിലാണ് പഠിക്കുന്നത്. ഓ, മുട്ടത്തുവർക്കി ഈ സ്കൂളിലാണോ പഠിക്കുന്നേ? മുട്ടത്തുവർക്കി അല്ല, കൊച്ചുവർക്കി സ്കൂളിൽ അവനെ ഞങ്ങൾ അപ്പു എന്ന് വിളിക്കും. വൈ ഡിവിഷനോ? ഇസഡ്. ഞങ്ങളുടെ സ്കൂളിൽ ഇസഡിൽ പഠിക്കണ കുട്ടിയോ? എന്തൊരു തമാശ! സ്വന്തം മകൻ പഠിക്കുന്ന ഡിവിഷൻ ഏതാന്ന് പോലും അറിയാത്ത ഫാദർ. മൂത്തോരെ കളിയാക്കണ്ട, മനസ്സിലായോ? വലിയ തമാശ എടുക്കരുത്. മാഡം എന്ത് ചെയ്യുന്നു? ഞാൻ വൈറ്റ് ഹൗസാ. വാട്ട് വൈറ്റ് ഹൗസ്? വൈറ്റ് ഹൗസ് അല്ല മമ്മി, ഹൗസ് വൈഫ്. സോറി, പറഞ്ഞപ്പോ തിരിഞ്ഞു പോയതാ. ഹൗസ് വൈഫ്. ഓർമ്മക്കുറവുണ്ടല്ലേ? പ്രായമൊക്കെ ആയില്ലേ? അയ്യോ, എനിക്കൊത്തിരി പ്രായമൊന്നുമില്ല. കൂടിപ്പോയൊരു 25, അത്രേ ഉള്ളൂ. മമ്മിക്ക് 50 വയസ്സുണ്ട്. പക്ഷേ 25 പറയൂ. നല്ല ഡേറ്റ് ഉണ്ടല്ലേ? വെയിറ്റോ? വെയിറ്റ് അല്ല, ഡേറ്റ്. ഭക്ഷണക്രമമൊക്കെ എങ്ങനെ? രാവിലെ 2 ദോശ. അയ്യോ, 2 ദോശയോ? അങ്കിൾ, 2 ദോശയൊന്നുമല്ല. ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, കുബൂസ്, ഇതൊക്കെയാണ് മമ്മി സ്ഥിരം വെക്കും. അയ്യോ, ഇതൊക്കെ കഴിക്കൂ? കേട്ടിട്ട് തന്നെ പേടിയാവും. മമ്മിയുടെ ഓരോരോ കാര്യങ്ങൾ കേട്ട് അങ്കിൾ ഞെട്ടി വിറച്ചു. അയ്യോ, ഒന്നാമത് എനിക്ക് ഭയമാണ്. നാട്ടിൽ മൊത്തം ഗുണ്ടകളും കൊട്ടേഷൻകാരും അല്ലേ? എന്റെ മമ്മിക്ക് ഈ ഗുണ്ടകളെയും കൊട്ടേഷൻകാരെയും ഒന്നും പേടിയില്ല. പണ്ട് ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു പെൺകുണ്ടയായിരുന്നു എന്റെ മമ്മി. എത്ര അടിപിടി കേസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നറിയോ? ഇവിടെ എന്റെ മമ്മിയുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ഊരത്തുന്നത്. അയ്യോ, അങ്ങനെയാണ് ഞാൻ പോട്ടെ. മോനെ കൊച്ചുവർക്കി, അങ്കിളെ അവിടെ നിൽക്ക്. വേണ്ട, എന്റെ മമ്മിക്ക് എന്നെ തട്ടിക്കളിക്കാനില്ലേ? മമ്മി, എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? ആ അങ്കിളിന്റെ മുമ്പേ ഞാൻ മമ്മീനെ അങ്ങ് തള്ളി മറിച്ചില്ലേ? നീ എന്റെ കണക്കൂട്ടിലൊക്കെ തെറ്റിച്ചു. മമ്മി, ഒരു കാൽക്കുലേറ്റർ മേടിച്ച് കണക്കൂട്ടിലൊന്നും തെറ്റില്ലല്ലോ. ഒന്ന് നിർത്തടി. അയാളുടെ മുമ്പിൽ നീ എന്നെ നാണം കെടുത്തിയില്ലേ? മമ്മി അല്ലേ പറഞ്ഞേ എന്ത് പറഞ്ഞാലും ഉള്ളതിന്റെ ഇരട്ടി പറയണമെന്ന്? എന്താ അമ്മയും മോളും തമ്മിൽ ഒരു വഴക്ക്? എന്ത് പറഞ്ഞാലും ഉള്ളതിന്റെ ഇരട്ടി പറയണമെന്ന് അമ്മയല്ലേ പഠിപ്പിച്ചു. ഇപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ മമ്മിക്ക് നാണക്കേടായി. മാതാപിതാക്കളെ കണ്ടാണ് മക്കൾ പഠിക്കുന്നത്. ഒന്നിലും അഹങ്കരിക്കാതെ എളിമയോടെ സംസാരിക്കാൻ മക്കളെ പഠിപ്പിക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ ആളാവാൻ അഹങ്കാരത്തോടെ സംസാരിക്കുന്നവർക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി ലഭിക്കും. അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും കർത്താവിൽ വിനയത്തോടെ ആയിരിക്കണം.
ഉള്ളതിലധികം മേന്മ ആരും ഭവിക്കരുത്.